ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഹോളിഡേയ്സ് ആണ്. അപ്പോൾ ഞങ്ങൾ കയറിക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട്. അവരൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. വെൽക്കം വെൽക്കം. ഉറക്കത്തിലാണോ എപ്പോഴും എല്ലാവരും? ഹലോ കുഞ്ഞമ്മണി, കുഞ്ഞമ്മണി അടിപൊളിയാണല്ല. ബ്ലൂ ഒക്കെ ഇട്ട് എങ്ങനെ മാച്ചിങ് സാധിക്കുന്നു? ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡിംപിള് ഞങ്ങൾക്ക് സ്റ്റൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ബ്രെഡും കൂടി കഴിച്ചിട്ട് എല്ലാവരും ഇറങ്ങാൻ വേണ്ടി റെഡി ആവുകയാണേ. എല്ലാവരും അവരുടെ വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്തു. ട്രിപ്പ് കയറിയിട്ട് ഞങ്ങൾക്കൊരു 4 hours ട്രിപ്പ് ഉണ്ട്. അപ്പം ഇപ്പോൾ മോട്ടോർവേയിട്ട് കയറി ഇനി ഒരു 120 kilometer സ്ട്രെയിറ്റ് പോകണം. കയറിയിട്ട് ഡിങ്കലിലേക്കാണ് പോകുന്നത് കേട്ടോ. ഡിങ്കൽ അക്കോറിയാണ് ഞങ്ങൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അക്കോറി കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടലിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ കൂടെ 2 ഫാമിലിയാണുള്ളത്. ഇനി 2 ഫാമിലി കൂടി ഉണ്ട്. അവർ പിന്നെ വഴിയെ നമ്മുടെ ട്രിപ്പിൽ ജോയിൻ ചെയ്യും. അങ്ങനെയാണ് പോണ വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. നമ്മൾ പോണ വഴിയാണ്. ഇപ്പോൾ പോണ വഴിയിൽ കുറേ വിൻഡ് മിൽസ് ഉണ്ട്, ഇതുപോലെ വലിയ വിൻഡ് മിൽസ്. ഇപ്പോൾ നമ്മൾ മോട്ടോർ വേക്കടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ മോട്ടോർ വേക്കടെ പോകുമ്പോഴത്തേ കണ്ടു പീന്ന് എഴുതി വെച്ചേക്കുന്ന പാർക്കിംഗ് ഇൻ 500 meter. അതായത് നമുക്ക് ഇടയ്ക്കൊന്ന് നിർത്തിയൊന്ന് ജസ്റ്റ് റെസ്റ്റ് ചെയ്യണം. മോട്ടോർ വേയിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ഈ പാർക്കിംഗ് ആ സ്ഥലത്ത് വരുന്നുണ്ടെന്നാണ്. 500 meter പാർക്കിംഗ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മോട്ടോർ വേയിൽ നിന്ന് ഇച്ചിരി നീക്കി അവർ വെച്ചിട്ടുണ്ടാവും. പാർക്കിംഗ് എഴുതിയേക്കുന്നത് ഈ ഏരിയയിൽ നമുക്ക് കാറ് പാർക്ക് ചെയ്യാം. എൻ്റെ കണ്ടോ ഒരു കാറ് പാർക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ നമുക്ക് ജസ്റ്റ് റെസ്റ്റ് എടുത്തിട്ട് അവിടെ നിന്ന് പോകാം. സ്വർണ്ണ സുമനൊക്കെ നമ്മുടെ തൊട്ട് ബാക്കിലുണ്ട് കേട്ടോ. അവരിത് കയറി വന്നിട്ട് അവരുടെ വണ്ടിയാണ്. ഇടയ്ക്ക് ഇങ്ങോട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് മോട്ടോർ വേക്കടെ. സ്ട്രെയിറ്റ് ഇനി നമുക്ക് ഒരു 2 hour കൂടി 2.5 hour കൂടി ഉണ്ട് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഹലോ, എന്താണ് സർവീസ് സ്റ്റേഷൻ നമ്മൾ കയറാറുള്ള ചവിട്ടേണ്ട ആവശ്യമുണ്ടോ? പോട്ടെ, ഇനി ലഞ്ച് കഴിച്ചാ പോരെ? 1 മണിക്കോ 1:30 ഇറങ്ങാൻ. നമുക്ക് വഴിക്കണ്ട, ലഞ്ച് കറക്റ്റ് സമയത്ത് ആയിക്കോട്ടെ. ഹലോ ഡിംപിളേ, ശരി, നീ നിർത്തുമ്പോ കാണാം. ശരി, ബൈ. ഞങ്ങളിവിടെ ഒരു ടൗൺ പോലെയുള്ള സ്ഥലത്ത് നിർത്തിയേക്കുവാണ് കേട്ടോ. ഫുഡ് കഴിക്കാന്ന് ഓർത്ത് നിർത്തിയതാ. എല്ലാവർക്കും നന്നായിട്ട് വിശന്ന് തുടങ്ങി. വിചാരിച്ച പോലെയല്ല, ഞങ്ങൾ കഴിക്കണമെന്ന് വിചാരിച്ച സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒന്നും ഫുഡൊന്നും ഇല്ല. മീൻസ് ഫുഡുള്ള സ്റ്റോറുകളൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ പാർക്കിങ്ങും വേണമല്ലോ, 2-3 കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, എല്ലാ സൗകര്യവും നോക്കിയപ്പോൾ അങ്ങനെ പോന്ന് കുറച്ച് സമയം കൂടിപ്പോയി. ഇപ്പം എല്ലാവർക്കും നന്നായിട്ട് വിശന്ന് തുടങ്ങി. നോക്കിയിട്ട് വരണ്ട കേട്ടോ. അവിടെ മറ്റേ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണോ മറ്റേ സ്മാഷ് പൊട്ടറ്റോ അങ്ങനെയൊക്കെ കിട്ടുന്നത്? ആണോ? അപ്പൊ ഡിബിൻ എന്തിയെ? ല്ലേ ഷോപ്പ് സൂപ്പർ മാസ്. ഇവിടെ ഇരുന്ന് കഴിക്കാനും സൗകര്യം ഉണ്ടല്ലോ. എങ്കിൽ പിന്നെ ഇവിടെ കയറാലോ. ജോക്കുട്ടാ ഇഷ്ടാണോ? ജോക്കുട്ടൻ എന്നാ കഴിക്കണേ? അമ്പടെ കേമാ, നിനക്ക് ചിക്കൻ വേണാ? ഞങ്ങളുടെ സാധനം വരുന്നോളെ വെയിറ്റിംഗ്. വെൽക്കം ടു കൗണ്ടി കയറിന്ന് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചത് ജസ്റ്റ് കൗണ്ടിയിട്ട് കയറുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ആ ജംഗ്ഷനിലാട്ടോ ഫുഡ് കഴിച്ചേ. കറക്റ്റ് സ്ഥലം അറിയില്ല. എന്തായാലും ഇപ്പൊ കൗണ്ടി കയറിയിട്ടുണ്ട്. ഡിങ്കിൽ അക്വേറിയം കാണാനാണ് പോണത്. അക്വേറിയം ഫസ്റ്റ് കണ്ടിട്ട് പിന്നെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തല്ലേ നമ്മള്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് പിന്നെ പറ്റുവാണെങ്കിൽ ബീച്ചിൽ പോകണമെന്ന് വിചാരിക്കുന്നു. പോണ വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നിർത്തി കണ്ടാലേ ശരിക്കും കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ എല്ലാരും ഡിങ്കൽ അക്വേറിയം കാണാനുള്ള തിരക്കിൽ ഓടുകയാണ്. നമ്മള് ചായ കുടിക്കാൻ ഇറങ്ങിയതാണോ സ്വർണ്ണേ?
കുടിക്കാൻ പറ്റിയില്ലാന്നല്ലേ, നല്ലൊരു സ്പോട്ട് കിട്ടിയില്ലാന്ന്. ഡിബിനറിയോ നമ്മളിവിടെ നിർത്തിയ കാര്യം? കാണുമായിരിക്കൂലേ. ഡിങ്കലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചായയൊക്കെ കുടിച്ച് ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്ത് പോവാൻ കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ്സും കൂടി ഉള്ളൂ. തന്നെ ഇങ്ങനെ കടല് കയറി കിടക്കണ ഇങ്ങനെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെറിയ ബോട്ടിങ്ങും അതുപോലെ തന്നെ B&Bs അങ്ങനെയൊക്കെ ഉണ്ട്. അക്വേറിയം ഇത് പുറമേ നിന്നുള്ള വ്യൂ ആണ്. ഞങ്ങളിപ്പോൾ പാർക്കിങ്ങിലാണ് കേട്ടോ. ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങൾ കാണാം. ഇവിടെ ടിക്കറ്റ് എടുക്കണേ ആദ്യം. അക്വേറിയത്തിന്റെ അകത്തെത്തിട്ടോ. ഇവിടെ എല്ലാവരും എന്താ ചുഴലിക്കാറ്റ് അനുഭവിക്കാനാണോ? വേണ്ട വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല ചുഴലിക്കാറ്റ്. വേണ്ട, ഒന്നും വേണ്ട. ഡിബിൻ കേറിയിട്ടുണ്ട്. എന്തെങ്കിലും സംഭവിക്കണം, നമ്മൾ ചെയ്യണോ? പൈസ അവിടെ ഫിക്സ് ചെയ്യാണ്. ഞങ്ങൾ ഇട്ട കോയിൻ തിരിച്ചു വന്നു. അതുകൊണ്ട് കോയിൻ ഒന്നോടെ ഇട്ടിട്ട് ഡിബിൻ വെയിറ്റ് ചെയ്യാണ് ചുഴലിക്കാറ്റിന് വേണ്ടി. അതെ, ഇവിടെ ആരും കേറാറില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇവരുടെ കോയിന് അക്സെപ്റ്റ് ആവുള്ളൂ എന്ന് തോന്നുന്നു. നമ്മുടെ കോയിന് അക്സെപ്റ്റ് ആവില്ല. ജോക്കട്ടാ മാറിയെന്നോ? സൗണ്ട് ഒക്കെ കേക്കണ്ട്. മുടി വർക്കുണ്ട്, മുടി വർക്കുണ്ട്. എന്റെ ദൈവമേ, പിടിച്ചു നിൽക്കാൻ പറ. മാക്സിമം 32 വരെയാന്ന് തോന്നുന്നു. ബാക്കിൽ സ്പീഡ് എഴുതി കാണിക്കണ്ട കേട്ടോ. കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ്? സ്റ്റാർഫിഷ് ഏതാ ജോക്കുട്ടാ? ആറ്റാണാ? നമ്മളിപ്പോൾ ബട്ടർഫ്ലൈയുടെ മാത്രമുള്ള സ്പെഷ്യൽ ഏരിയയിലാണ്. കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട്. ഞങ്ങൾ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിലും കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് കുറവ് പോലെ എനിക്ക് തോന്നി. ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല. എന്തായാലും രസമുണ്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണാം. പിന്നെ ബട്ടർഫ്ലൈസ് ചിലപ്പോൾ നമ്മുടെ മേത്തൊക്കെ വന്നിരിക്കും. ഇത് പെൻഗ്വിൻ്റെ ഏരിയ കേട്ടോ. ഇത് പെൻഗ്വിൻ ഉണ്ട്. ഇവിടെ ഇരുട്ടത്ത് ഫോട്ടോ എടുക്കുന്ന 2 പേർ. ഇനി നമുക്ക് പെൻഗ്വിൻ്റെ ഏരിയയിട്ട് പോട്ടോ. ഇത് പോളാർ പെൻഗ്വിൻസ് ആണ്. ഇറങ്ങിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഡിങ്കൽ പെൻസുല 6:45 അവിടെ ചെല്ലുമ്പോൾ ഇച്ചിരി ചെറുതായിട്ട് മഴയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇറങ്ങി അങ്ങോട്ടേക്ക് നടക്കാൻ പറ്റുമെന്ന് അറിയില്ല. പോയി നോക്കാം എന്തായാലും. ഗൂഗിൾ മാപ്പിലിട്ട് വന്നാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒരു ലേക്കിൻ്റെ അവിടെയാണ് വന്നേക്കണേ. ഇനി ഒരു 1 കിലോമീറ്ററും കൂടി കാണിക്കേണ്ട ഡിങ്കൽ പെൻസുല.
എനിക്കറിയില്ല ആ സ്ഥലത്തേക്കാണോ പോകുന്നതെന്ന്. പക്ഷേ ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്ന സ്ഥലം അടിപൊളി. അടുത്ത ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരിപ്പോഴാണ് രാത്രിയാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഫെബി ലേക്ക് കാണണമെന്ന് പറഞ്ഞു. കൊച്ചിനെ കൊണ്ട് ഇറക്കണ്ട. അങ്ങനെ ഗൂഗിൾ മാപ്പ് കാണിച്ച് ലേക്കൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വന്നേക്കോട്ടോ. ഇതാണ് ഹോട്ടൽ. അപ്പോൾ പാർക്കിംഗ് ഉണ്ട് തൊട്ടപ്പുറത്ത് തന്നെ. അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് റൂമിലെത്തി. ഇതാണ് കേട്ടോ റൂം. ഇങ്ങനെ സെപ്പറേറ്റ് ബെഡ് ഉണ്ട്, 3 ബെഡ് ഉണ്ട്. പിന്നെ ഇതേ പുറത്തേക്കൊരു വ്യൂ ഉണ്ട് കേട്ടോ. കർട്ടനൊക്കെ ഇട്ടേക്കണം. TV ഉണ്ട്, കെറ്റിലൊക്കെ ഉണ്ട് ചായയൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ ഒരു ചെറിയ ടേബിള്, 2 ചെയറുമായിട്ട് ഒരു കബോർഡ്. അത് ഗ്ലാസ് വെച്ചേക്കുവാണ് അതിൻ്റെ ഡോറ്. പിന്നെ ഇത് ബാത്റൂം ചെറിയൊരു ബാത്റൂമാണ് കേട്ടോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റൂമൊക്കെ പോയി കണ്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ടയേർഡായി. ഇത്രയും ട്രാവൽ ചെയ്ത് വന്നല്ലേ, അതുകൊണ്ട് പിന്നെ ഫുഡ് കഴിച്ചാൽ എല്ലാവരും കിടന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേയിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.